എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും സന്തോഷിക്കണം. എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ, ലക്ഷ്മി പൂജ, ശത്രു സംഹാര പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും വേണം. സെപ്റ്റംബർ 5-ന് ഞെറക്കടപ്പാണ്. ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് 25,000 രൂപയുടെ മൊബൈലാണ് നമ്മൾ കൊടുക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ഇത് കിട്ടും. അതുപോലെ തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 22 അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണ്. ആഗസ്റ്റ് 22 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് ആയില്യവും കറുത്തവാവും ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം പല നാളുകാർക്കും പല ഭാഗ്യവും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്ക് പ്രധാനമുള്ള ഒരു ദിവസമാണ് ആഗസ്റ്റ് 22. 15 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഭാഗ്യം വരുന്നത്. ഇതിൽ 15 നാളുകാർക്കാണ് ഈ ഗുണം കിട്ടുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത്രയ്ക്ക് ശ്രേഷ്ഠകരമാണ് ഈ കറുത്തഭാവം ആയില്യവും വന്നിരിക്കുന്ന ആഗസ്റ്റ് 22 ചിങ്ങമാസം. ഈ ചിങ്ങമാസം ഈ ഭാഗ്യം നേടാൻ കഴിയുന്ന നാളുകാരാണ് പ്രധാനമായി പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നം, പൂയം, ഉത്രട്ടാതി, രേവതി, അതുപോലെ തന്നെ അത്തം, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, ഉത്രട്ടാതി, കേട്ട തുടങ്ങിയ നാളുകാർക്കാണ് ഈ സൗഭാഗ്യം വന്നു ചേരുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇവർക്ക് സന്തോഷകരമായൊരു ദിവസമായിരിക്കും ആഗസ്റ്റ് 22. പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്ന് അവർക്ക് എല്ലാം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ തീർച്ചയായും അവർക്ക് സൗഭാഗ്യം 100% വന്നു ചേരുമെന്നുള്ളത്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. അതുപോലെ തന്നെ അവരുടെ വളരെ കാലമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയൊരു ദിവസമാണ് ആഗസ്റ്റ് 22. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. വേണ്ടവത് ഉപയോഗിച്ചാൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആയില്യമാണ്. അതുപോലെ തന്നെ കറുത്തവാവ്. ഈ കറുത്തവാവിനും ആയില്യവും 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ക്ഷേത്രങ്ങളിൽ നാഗരാജാവിന് മഞ്ഞപ്പൊടി കൊടുക്കണം. അതുപോലെ തന്നെ പാലും കൊടുക്കണം. ഒരു കാര്യങ്ങളായി. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യാം. ഒരു ഇലയിൽ രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് കറുത്തവാവിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനം എള്ള് അല്ലെങ്കിൽ ആഹാരം എന്തെങ്കിലും ചോറോ ധാന്യങ്ങളോ എന്തെങ്കിലും കാക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അത് എള്ള് വെച്ച് കൊടുത്താൽ അത്രയും ഐശ്വര്യമായിരിക്കും. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്താലും അതും ശ്രേഷ്ഠകരമായിരിക്കും ചോറിനകത്ത്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. കാരണം പിതൃക്കളുടെ അനുഗ്രഹം കിട്ടിയാൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും നമ്മളുടെ മാറും. അതുപോലെ തന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കും. പിതൃക്കൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആ നിമിഷം തന്നെ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ അപൂർവ നിമിഷത്തെ നിങ്ങൾ വളരെയധികം ഭക്തിയോടുകൂടി കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ സ്മരിക്കണം. ജന്മാന്തരങ്ങളാൽ നിങ്ങൾ ചെയ്ത പാപത്തിന് ക്ഷമ ചോദിക്കണം പൂർവികരോട്. അതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ മാറിക്കിട്ടുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലൊരു ദിവസമാണത്. നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റിയ ദിവസം. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും പ്രത്യേകം ശ്രദ്ധിച്ചോണം. അമ്പലങ്ങളിൽ പോയി തീർച്ചയായും മഞ്ഞപ്പൊടിയും പാലും കൊടുക്കാൻ മറക്കരുത് 22-ാം തീയതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടിൽ നെയ്വിളക്ക് അത്യാവശ്യമാണ് അന്നത്തെ ദിവസം. തീർച്ചയായും നെയ്വിളക്കിൽ തന്നെ 2 തിരിയിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ 5 തിരിയിട്ട്, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ 3 കാര്യങ്ങൾ ചെയ്യണം. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കുക. അതിനുശേഷം കാക്കയ്ക്ക് ആഹാരം, നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം കാക്കയ്ക്ക് ആഹാരം കൊണ്ട് കൊടുക്കുക. അതിൽ ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ എള്ള് വെച്ചാണ്, എള്ളോ ചോറോ എന്തോ ആയാലും, എള്ള് ചോറ് പ്രത്യേകം ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. 2 ചെയ്താൽ അത്ര ശ്രേഷ്ഠകരമാണ്. ഇതുകൊണ്ട് ഇലയിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം നേരെ അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോയി നിങ്ങൾ മഞ്ഞപ്പൊടിയും പാലും കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഉടനടി തന്നെ നിങ്ങൾക്ക്
ഒരു സന്ദേശമെത്തും. നിങ്ങളുടെ എന്ത് തടസ്സമാണ് ആ തടസ്സം മാറി എന്നുള്ള സന്ദേശമെത്തും. തീർച്ചയായും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഇതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പൂജയിൽ എല്ലാ ദിവസവും ലക്ഷ്മി പൂജയോട് നിങ്ങൾ പങ്കെടുക്കണം. സെപ്റ്റംബർ 5 ഞാറക്കടപ്പിൽ നിങ്ങൾ പങ്കെടുക്കണം. എപ്പോഴും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരിടുക. എല്ലാവർക്കും ഇത് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓം ലക്ഷ്മി നാരായണ.